ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ആവറേജ് റേറ്റ്, മറ്റൊന്ന് മാക്സിമം മാർജിനൽ റേറ്റ്. നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റിലേക്ക് വരാം. ആവറേജ് റേറ്റ് എന്താണ്? ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 10 അനുസരിച്ച് ആവറേജ് റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ദിസ് ഈസ് ദ റൈറ്റ് അറൈവ്ഡ് അറ്റ് ബൈ ഡിവൈഡിങ് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ ഇൻകം. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകത്തിന് എത്ര ശതമാനം ഇൻകം ടാക്സ് ആണ് ആ അസസ്സി കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ള ആ പേഴ്സൻറ്റേജ് ഓഫ് ടാക്സിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയാം. അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്രയാണോ ഇൻകം ടാക്സിൻ്റെ എമൗണ്ട് എങ്കിൽ ആ എമൗണ്ടിനെ ടോട്ടൽ ഇൻകവുമായി ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പേഴ്സൻറ്റേജ് ഓഫ് ടാക്സിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയാം. നമുക്കതിന് വേണ്ടി ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടാക്സ്. Here total tax means the tax including surcharge and health and education cess. സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ഉൾപ്പെടെയുള്ള ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ആണ് എടുക്കേണ്ടത്. അതിൽ നിന്ന് ടോട്ടൽ ഇൻകം ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അങ്ങനെ കിട്ടുന്ന പേഴ്സൻറ്റേജ് ഓഫ് ടാക്സിനെയാണ് ആവറേജ് റേറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ ഇത് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് കാണുന്നത് പോലെ ഈ അസസ്സിയുടെ ടോട്ടൽ ഇൻകം റുപ്പീസ് 10,12,000 ആണ്. 10,12,000 റുപ്പീസ് ടോട്ടൽ ഇൻകം ഉള്ള ഒരു അസസ്സിയുടെ ആവറേജ് റേറ്റ് എന്തായിരിക്കും? അതിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ടാക്സ് എത്രയായിരിക്കും? നമ്മളതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റിനകത്ത് ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്ന അസസ്സി ഒരു സീനിയർ സിറ്റിസൺ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഫോർ ദി സേക്ക് ഓഫ് അവർ കൺവീനിയൻസ് ദ അസസ്സി ഈസ് അസ്യൂംഡ് ആസ് എ സീനിയർ സിറ്റിസൺ. ഓക്കെ, അങ്ങനെ 10,12,000 രൂപ ടാക്സബിൾ ഇൻകം ഉള്ള ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് റേറ്റ് എന്താണ് വരിക? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 10,12,000 എന്ന് പറയുന്ന എമൗണ്ടിനുള്ള ടാക്സിൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഒരു സീനിയർ സിറ്റിസന് ബാധകമായ ടാക്സ് സ്ലാബ് വെച്ചുകൊണ്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അപ് ടു റുപ്പീസ് 3 lakh ടാക്സ് ഈസ് നിൽ. നെക്സ്റ്റ് റുപ്പീസ് 2 lakh അറ്റ് 5%, ദെൻ 2 lakh ഇൻറ്റു 5% റുപ്പീസ് 10,000. നെക്സ്റ്റ് റുപ്പീസ് 5 lakh അറ്റ് 20%, 5 lakh ഇൻറ്റു 20% ദാറ്റ് ഈസ് റുപ്പീസ് 1 lakh. ദെൻ ദ റിമൈനിങ് എമൗണ്ട് ഓഫ് റുപ്പീസ് 12,000, ദ ബാലൻസ് എമൗണ്ട് ഓഫ് റുപ്പീസ് 12,000 അറ്റ് 30%, ദെൻ 12,000 ഇൻറ്റു 30%. റുപ്പീസ് 3,600. ദെൻ ബേസിക് ടാക്സ് എമൗണ്ട് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 10,000 പ്ലസ് 1 lakh പ്ലസ് 3,600 റുപ്പീസ് 1,13,600 അല്ലേ? ഇവിടെ അസസ്സിയുടെ ടോട്ടൽ ഇൻകം 10,12,000 രൂപയാണ് എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപയിൽ താഴെയാണ് വരുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ സർചാർജ് വരില്ല. അപ്പോൾ സർചാർജ് നില്ലാണ്. അപ്പോൾ സർചാർജിന് ശേഷം വരുന്ന എമൗണ്ട് റുപ്പീസ് 1,13,600. ആൻഡ് നമുക്കിവിടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിൻ്റെ ഒരു 4% കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1,13,600 എന്ന് പറയുന്ന എമൗണ്ടിന് 4%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% നമ്മൾ ആഡ് ചെയ്യുന്നു. 4,544 രൂപയാണ് 1,13,600 രൂപയുടെ 4% വരിക അല്ലേ? അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ അസസ്സി കൊടുക്കേണ്ട ടാക്സിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് റുപ്പീസ് 1,18,144 അല്ലേ? 1,18,144 റുപ്പീസ്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 208B അനുസരിച്ച് പറയുന്നത് ഒരു അസസ്സിയുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ എല്ലാ സമയത്തും ഏറ്റവും അടുത്ത 10 രൂപയിലേക്ക് റൗണ്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1,18,144 എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന 10ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പിറകിലേക്ക് റൗണ്ട് ചെയ്യേണ്ടി വരും അല്ലേ? 140ലേക്ക് റൗണ്ട് ചെയ്യണം. അങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാക്സ് ലയബിലിറ്റി 1,18,140 എന്ന് പറയുന്ന എമൗണ്ടാണ്.
ഇനി എന്താണ് ആവറേജ് റേറ്റ് വരിക? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ടാക്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അതാണ് ആവറേജ് റേറ്റ് അല്ലേ? ഇവിടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ₹1,18,140 ആണ് ടാക്സ് ലയബിലിറ്റി. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ഈസ് ₹10,12,000 ഇൻറ്റു 100. Then average rate of this assessee is 11.67%. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഈ അസസി ആ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിന് കൊടുക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ റേറ്റ് 11.67%. മൊത്തം ഇൻകത്തിൻ്റെ 11.67% അദ്ദേഹം ആ വർഷം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്, ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് മാക്സിമം മാർജിനൽ റേറ്റ് അല്ലെങ്കിൽ MMR. എന്താണ് MMR എന്ന് പറഞ്ഞാൽ? സെക്ഷൻ 2 സബ്സെക്ഷൻ 29C പ്രകാരം MMR എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് MMR? MMR ഈസ് ദി റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻക്ലൂഡിംഗ് സർചാർജ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് applicable in relation to highest slab of income in case of an individual AOP or BOI as specified in Finance Act of relevant year. അല്ലേ? എന്താണ് MMR എന്ന് പറഞ്ഞാൽ? ഒരു ഇൻഡിവിജ്വലിന് AOP അല്ലെങ്കിൽ BOI ഇങ്ങനെയുള്ള ഏതെങ്കിലും പേഴ്സൺസിന് അതാത് വർഷങ്ങളിലേക്കുള്ള ആനുവൽ ഫിനാൻസ് ആക്ട് പ്രകാരം സ്പെസിഫൈ ചെയ്യുന്നതനുസരിച്ച് കൊടുക്കേണ്ടുന്ന ഹയസ്റ്റ് സ്ലാബ് ഓഫ് ടാക്സ് എത്രയാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാധകമായിട്ടുള്ള മാക്സിമം റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്, ആ ടാക്സിനെയാണ് നമ്മൾ MMR എന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ വിവിധ ടാക്സിൻ്റെ സ്ലാബുകൾ പഠിക്കുമ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസിനകത്ത് തന്നെ നമുക്ക് 3 കാറ്റഗറീസ് ഉണ്ടല്ലോ അല്ലേ? സീനിയർ സിറ്റിസൺ ഉണ്ട്, സൂപ്പർ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, അതൊരു ഇൻഡിവിജ്വൽസ് ഉണ്ട് അല്ലേ? ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള സ്ലാബാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതിലൊക്കെ നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട്. 10 ലക്ഷം രൂപ കഴിഞ്ഞാൽ അല്ലേ? ഇപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആദ്യം വരുന്നത് 5% നില്ലാണ്, പിന്നെ 5%, പിന്നെ 20%, അതിനുശേഷം വരുന്നത് 30%. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ കേസും നമ്മൾ കാണുന്നത് അല്ലേ? 30% ആണ് മാക്സിമം റേറ്റ് വരുന്നത്. കാരണം 30% കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. പരമാവധി ടാക്സ് റേറ്റ് 30%. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും: പ്രസൻറ്റ് മാക്സിമം മാർജിനൽ റേറ്റ്, ഒരു അസസിക്ക് ബാധകമായിട്ടുള്ള പരമാവധി ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 30%. ആ 30% എന്ത് ഉൾപ്പെടുന്നില്ല? സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ഉൾപ്പെടാതെ, സർചാർജും സെസ്സും കൂടാതെ ഒരു അസസി പരമാവധി, ഒരു ഇൻഡിവിജ്വലോ AOPയോ BOയോ ആയിട്ടുള്ള ഒരു അസസി പരമാവധി കൊടുക്കേണ്ടി വരുന്ന റേറ്റ് ഓഫ് ടാക്സ്, അതാണ് MMR എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രസൻറ്റ് MMR 30%. എന്നാൽ ഒരു അസസി ഒരു ടോട്ടൽ ഇൻകത്തിനകത്തുണ്ടെന്ന വേരിയേഷൻ അനുസരിച്ച് ഈ MMRൽ മാറ്റം വരും. കാരണം MMR എന്ന് പറയുമ്പോൾ നമ്മൾ സർചാർജും സെസ്സും ഉൾപ്പെടാതെ 30%ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നോർമൽ കേസിൽ MMR നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് സർചാർജും സെസ്സും ഉൾപ്പെടെയുള്ള എമൗണ്ട് ചേർത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റൂടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് MMR ഓരോ റേഞ്ചിലും വരുന്ന ടോട്ടൽ ഇൻകമുള്ള ഇൻഡിവിജ്വൽസിന് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം 50 ലക്ഷം രൂപ വരെ ടോട്ടൽ ഇൻകമുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, 50 ലക്ഷം വരെ ടോട്ടൽ ഇൻകമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ബാധകമായിട്ടുള്ള MMR എന്ന് പറയുന്നത് സെസ് ഉൾപ്പെടെയാണ്. കാരണം 50 ലക്ഷം രൂപ വരെ ആകുമ്പോൾ എന്ത് വേണ്ട? സർചാർജ് വേണ്ട, സെസ് മാത്രം മതിയാവും. പരമാവധി കൊടുക്കേണ്ടി വരുന്ന ടാക്സ് 31.2%. ഇവിടെ നമ്മൾ ഈ പറയുന്ന പെർസെൻറ്റേജ് നമ്മൾ ആവറേജ് റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ ആവറേജ് റേറ്റ് ആണ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു അസസി ടോട്ടൽ ഇൻകത്തിന് കൊടുക്കുന്ന ടാക്സിൻ്റെ റേറ്റ് ആണ് ആവറേജ് റേറ്റ് അല്ലേ? അത് പരമാവധി എത്രയാണ്? അതാണ് MMR എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ 50 ലക്ഷം വരെ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ 31.2% പരമാവധി ആവറേജ് റേറ്റ് വരിക. MMR 31.2% വരിക. എന്നാൽ ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയിൽ കൂടുതലും 1 കോടി വരെയുമാണെങ്കിൽ 50 lakh 1 rupees മുതൽ 1 crore വരെ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് MMR വരുന്നത് 34.32%. അവർക്ക് എന്ത് വരും?
10% സർചാർജും വരും, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും വരും. അതിൻ്റെ ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ MMR റേറ്റ് 34.32% മാറും. അടുത്ത റേഞ്ച് പറയുന്നത് എക്സീഡിംഗ് ₹1 crore ബട്ട് നോട്ട് എക്സീഡിംഗ് ₹2 crore. 1 കോടി രൂപയിൽ കൂടുതൽ ഇൻകം ഉള്ള, എന്നാൽ 2 കോടി വരെയുള്ള, 1 കോടി 1 രൂപ മുതൽ 2 കോടി രൂപ വരെ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മാക്സിമം കൊടുക്കേണ്ടി വരുന്ന റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ 35.88%. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ 1 കോടിയിൽ കൂടുതലും എന്നാൽ 2 കോടി വരെയും ഇൻകം ഉള്ളവരാണെങ്കിൽ അവർക്ക് 15% സർചാർജ് വരും, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടെ വന്നു കഴിയുമ്പോൾ 35.88% ആവറേജ് റേറ്റ് വരും, MMR വരും. എക്സീഡിംഗ് ₹2 crore ബട്ട് നോട്ട് എക്സീഡിംഗ് ₹5 crore. ഇനി 2 കോടി രൂപയിൽ കൂടുതലും എന്നാൽ 5 കോടി വരെയും ഇൻകം ഉള്ളവരാണെങ്കിൽ 2 കോടി 1 രൂപ മുതൽ 5 കോടി രൂപ വരെ ഇൻകം ഉള്ള ആളുകളാകുമ്പോൾ അവരുടെ MMR എന്ന് പറയുന്നത് 39% അല്ലേ? എന്ന് പറഞ്ഞാൽ അവർക്ക് ടാക്സിന് പുറമെ എന്ത് വരും? 25% സർചാർജ് വരും, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഫക്റ്റ് വന്നു കഴിയുമ്പോൾ 39% അവരുടെ MMR മാറും, ആവറേജ് റേറ്റ് മാറും. ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡിംഗ് ₹5 crore, 5 കോടി രൂപയിൽ കൂടുതൽ ടോട്ടൽ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വരുന്ന MMR എന്ന് പറയുന്നത് 42.74%, 42.74% അല്ലേ? എന്ന് പറയുമ്പോൾ അവർക്ക് 37% സർചാർജ് വരും, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് വരും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേരുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 42.74% ആണ്. അപ്പോൾ നമ്മൾ MMR എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മൾ നേരത്തെ ആവറേജ് റേറ്റ് എന്താണെന്ന് കണ്ടു. MMR എന്ന് പറയുമ്പോൾ പരമാവധി മാക്സിമം ഇന്ത്യയിൽ ഒരു അസസ്സി കൊടുക്കേണ്ടി വരുന്ന ആവറേജ് റേറ്റ് ഓഫ് ടാക്സിൻ്റെ മാക്സിമം സ്ലാബിനെയാണ്, മാക്സിമം റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MMR എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളോടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ലോട്ടറി വിൻ ചെയ്യാം. 60 ലക്ഷം രൂപയാണ് ലോട്ടറി വിൻ ചെയ്യുന്നത്. 60 ലക്ഷം രൂപ ആൾക്ക് മറ്റു ഇൻകം ഒന്നുമില്ല. ആകെ ഇയാൾക്ക് ലോട്ടറി വിന്നിങ്സിൻ്റെ 60 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ MMR ഡിറ്റർമിൻ ചെയ്യും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് റേറ്റാണ് MMR എന്ന് പറയുന്നത് അല്ലേ? കാരണം മാക്സിമം സ്ലാബിലേക്ക് വരുമ്പോൾ ആ ആവറേജ് റേറ്റിനെയാണ് നമ്മൾ MMR എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ ലോട്ടറി വിന്നിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യാഷ്വൽ ഇൻകമാണ്, സ്പെഷ്യൽ ടാക്സ് റേറ്റ് ബാധകമായിട്ടുള്ള ഇൻകമാണ്. നമ്മുടെ സാധാരണ സ്ലാബ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? 2.5 ലക്ഷം രൂപ വരെ നില്ലെന്ന് പറയുന്ന ആ ഒരു സ്ലാബ് ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന ഇൻകം എല്ലാം തന്നെ ക്യാഷ്വൽ ഇൻകം ആയതുകൊണ്ട് 30% ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 60 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ 60 ലക്ഷം ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 18 lakh rupees കിട്ടും അല്ലേ? 18 lakh rupees. നമുക്ക് നേരത്തെ പഠിച്ചതുപോലെ തന്നെ 50 ലക്ഷം രൂപയിൽ കൂടുതലും എന്നാൽ 1 കോടി വരെയുമാണെങ്കിൽ എന്ത് വരും? 10% സർചാർജ് വരും അല്ലേ? ഇത് 60 ലക്ഷമാണ്. 50 ലക്ഷത്തിൽ കൂടുതലും എന്നാൽ 1 കോടിയിൽ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന 18 lakh rupees എന്ന് പറയുന്ന ഈ ടാക്സിന് മുകളിൽ 10% സർചാർജ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 10% rupees 1,80,000 ആണ് വരിക അല്ലേ? ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 18 lakh plus 1,80,000 rupees 19,80,000 എന്ന് കിട്ടും. അതിന് പുറമെ എന്ത് വരും? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒരു 4% വരും അല്ലേ? 19,80,000 രൂപ എന്ന് പറയുന്ന ടാക്സിന് മുകളിലാണ്, സർചാർജ് ഉൾപ്പെടെയുള്ള എമൗണ്ടിന് മുകളിലാണ് 4% കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ₹79,200 കിട്ടും. അപ്പോൾ ഈ 19,80,000 പ്ലസ് 4% സെസ്, ദാറ്റ് ഈസ് 79,200 ടാക്സ് ലയബിലിറ്റി ഇൻക്ലൂഡിംഗ് സർചാർജ് ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് of this particular assessee is ₹20,59,200. അതാണ് വരുന്നത് അല്ലേ? ₹20,59,200 വരും. നമുക്കിതിൻ്റെ ആവറേജ് റേറ്റ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫോർമുല പഠിച്ചതാണ്. ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 അല്ലേ? നമ്മൾ ഈ കേസിലേക്ക് വരുമ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ₹20,59,200. ടോട്ടൽ ഇൻകം ദാറ്റ് ഈസ് ₹60 lakh ഇൻറ്റു 100, 34.32%. അപ്പോൾ ഇവിടെ ഈ അസസ്സിയുടെ ഇൻകം എത്രയായിരുന്നു? 50 ലക്ഷം രൂപയിൽ കൂടുതലും എന്നാൽ 1 കോടിയിൽ താഴെയും ഇൻകമുള്ള ഒരു അസസ്സി ആയിരുന്നു അല്ലേ?
അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പരമാവധി കൊടുക്കേണ്ടി വരുന്ന ടാക്സ് 34.32%. നമ്മളിവിടെ കണ്ടു അത് അല്ലേ? നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ആ കേസ് നമ്മൾ കണ്ടതാണ്. 50 ലക്ഷം രൂപയിൽ കൂടുതലും 1 കോടി വരെയുമാണെങ്കിൽ 34.32% പരമാവധി ടാക്സ് കൊടുക്കേണ്ടി വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനാണ് നമ്മൾ MMR എന്ന് പറയാം. നമ്മൾ 2 കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആവറേജ് റേറ്റും അതുപോലെ തന്നെ MMR. ഓക്കെ, താങ്ക് യു.